നിപ്പ ബാധിച്ച് മരിച്ച യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലുള്ളത് 175 പേർ. ഇതിൽ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 13 പേരുടെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മരിച്ച യുവാവിൻ്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് ഇന്ന് പുറത്തുവിട്ടു. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ യുവാവ് എത്തിയിരുന്നു. റൂട്ട് മാപ്പിലെ സമയത്ത് ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരോഗ്യവകുപ്പുമായി എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണമെന്ന് വകുപ്പ് ആവശ്യപ്പെടുന്നു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുകയും ചെയ്തു. മലപ്പുറത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി വിപിൻ സി വിജയൻ നമുക്കിപ്പം ചേരുകയാണ്. വിപിൻ, യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രഖ്യാപിച്ചു. ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിലൊക്കെ തന്നെ കുറേ നിയന്ത്രണങ്ങൾ കോവിഡ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നു. എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രദേശങ്ങളിലെ വിവരങ്ങൾ? SKN ഈ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റൂട്ട് മാപ്പ് പ്രകാരം 4-ാം തീയതിയാണ് നിപ രോഗലക്ഷണങ്ങൾ ആരംഭിക്കുന്നത്. 5-ാം തീയതി വീട്ടിൽ തന്നെയായിരുന്നു. 6-ാം തീയതിയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് അവിടുത്തെയുള്ള ഫാസിൽ ക്ലിനിക്കിലേക്കാണ് ആദ്യം എത്തുന്നത്. അന്ന് ഏകദേശം അരമണിക്കൂറാണ് ഈ ക്ലിനിക്കിൽ ചിലവഴിക്കുന്നത്. അവിടെ നിന്നും നേരെ ബാബു പാരമ്പര്യ വൈദ്യശാലയിലേക്ക് എത്തുന്നുണ്ട്. ആ രാത്രി തന്നെയാണ് JMC ക്ലിനിക്കിലേക്കും എത്തുന്നത്. 6-ാം തീയതിയിലൊരു റൂട്ട് മാപ്പ് ഇപ്രകാരമാണ്. 7-ാം തീയതി രാവിലെയാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അത് കുടുംബപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എത്തുന്നത്. ഇവിടെ 10 മിനിറ്റ് ചെലവഴിച്ചിരിക്കുന്നു. ഒരു പോലീസുകാരനുമായി മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. പിന്നീട് പനി കൂടിയതിനു ശേഷം നിംസ് ആശുപത്രിയിലേക്ക് 7-ാം തീയതി അഡ്മിറ്റ് ആക്കുന്നു. വണ്ടൂർ നിംസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട്. 7-ാം തീയതി നിംസിലുണ്ടായിരുന്നു. അവിടെ നിന്നും 8-ാം തീയതിയോടുകൂടി പെരിന്തൽമണ്ണ MES ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട്. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ MESലേക്ക് മാറ്റുന്നത്. അങ്ങനെ അതിനുശേഷം 9-ാം തീയതി രാവിലെ 8:46-നാണ് മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ റൂട്ട് മാപ്പ് പ്രകാരം ഈ സമയങ്ങളിലോ അല്ലെങ്കിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾ എത്രയും വേഗം ആരോഗ്യവകുപ്പിൻ്റെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നുള്ള അറിയിപ്പാണ് ഇതിനോടകം തന്നെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ ഒരു റൂട്ട് മാപ്പാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 175 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. പറഞ്ഞതുപോലെ 74 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. അതായത് ഈ ആശുപത്രികളിലൊക്കെ ചികിത്സിച്ച സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റൂട്ട് മാപ്പിലുള്ളത്. അപ്പോൾ ഇതിൽ 74 പേരാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരായുള്ളത്. 104 പേർ പ്രൈമറി കോണ്ടാക്റ്റിൽ തന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനമുള്ളത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം മലപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. മാസ്ക് മലപ്പുറം ജില്ലയിൽ നിർബന്ധമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂട്ടം കൂടാനോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാനോ അനുവാദം ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ. മലപ്പുറത്താണ് വിവരങ്ങൾ നൽകിയത്. മാസ്ക് മലപ്പുറം ജില്ലയിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു വിഷമം വിചാരിക്കരുത്. കാരണം ഇത് നിപ്പ പകരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യമാണ്. കാര്യം കാഷ്വാലിറ്റി ഉള്ള ഒരു വൈറസാണ് നിപ്പ പരത്തുന്നത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കുക, കണ്ടെയ്ൻമെൻറ്റ് സോണിൽ പറയുന്ന നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുക. സിനിമാ തിയേറ്ററുകളൊക്കെ അവിടെ അടച്ചിട്ട് കഴിഞ്ഞു. ആൾക്കൂട്ടം പരമാവധി ഒഴിവാക്കുക. ആഘോഷ പരിപാടികളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ പറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് കണ്ടെയ്ൻമെൻറ്റ് സോൺ പ്രവർത്തിക്കുന്ന മേഖലകളിൽ വിട്ടുനിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിട്ടുനിൽക്കുക.